നമസ്കാരം. മലബാറിൽ യു ഡി എഫിനുണ്ടായിട്ടുള്ള മുന്നേറ്റം കൃത്യമായി സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം പൊട്ടിത്തകർന്നുകൊണ്ടാണ് ഇത്തവണ സി പി എമ്മിന് അടി കിട്ടിയിരിക്കുന്നത്. കണ്ണൂരിൽ ധർമ്മടത്തും അതേപോലെ മട്ടന്നൂരിലും തളിപ്പറമ്പിലും എല്ലാം തന്നെ സി പി എമ്മിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടിയത്. അവിടെ സുധാകരനാണ് വോട്ട് കിട്ടിയത്. ധർമ്മടം എന്ന് പറയുന്നത് 58,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ നിയമസഭയിൽ പിണറായി വിജയൻ വിജയിച്ചത്. അവിടെ സുധാകരന് വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ മട്ടന്നൂരിൽ കെ സുധാകരനാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. തളിപ്പറമ്പിൽ കെ സുധാകരനാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. അതായത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം. കാസർഗോഡ് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷമാണ് രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടിയിരിക്കുന്നത്. ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടിയിരിക്കുന്നത് 85,117 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ കണ്ണൂരിൽ 1,07,910 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയെങ്കിൽ അതേപോലെ തന്നെ വടകരയിൽ കിട്ടിയിരിക്കുന്നത് 1,15,157 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന വടകര ശ്രദ്ധിക്കേണ്ട കാര്യം മുരളീധരനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതാണ്. ഇത്തവണ തലശ്ശേരിയിലും കൂത്തുപറമ്പിൽ അടക്കം വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ഈ ഷാഫി മുന്നേറിയത്. ഷാഫിയുടെ വിജയത്തെ അവസാനം ടീച്ചർ അമ്മ പറഞ്ഞത് ഇത് എല്ലാ സ്ഥലത്തും തരംഗമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ കോഴിക്കോട് വലിയ ഭൂരിപക്ഷം 1,46,176 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ വയനാട്ടിൽ 3,64,422, കഴിഞ്ഞ വർഷം 4,31,000 വോട്ടായിരുന്നു. ഇപ്രാവശ്യം 66,672 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്രാവശ്യം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് മത്സരിച്ചതെങ്കിൽ CPIയുടെ നാഷണൽ ലീഡർ അനിൽ രാജയാണ് മത്സരിച്ചതെന്ന് കൂടി പ്രത്യേകതയുണ്ട്. അവിടെ 5% വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഏകദേശം 60,000-ഓളം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വലിയ വോട്ട് വ്യത്യാസമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലെ മനോരമ സർവേ പറയുന്നത് വെറും 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാനത് പൊട്ടിച്ചെറിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. കാരണം അവിടെ രാഹുൽ ഗാന്ധി സ്വീപ്പായി വിജയിക്കും എന്നുള്ള കാര്യം വളരെ സത്യസന്ധമായ കാര്യമാണ്. അദ്ദേഹം ഇവിടെ മാത്രമല്ല റായ്ബറേലിയിൽ 3,80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്നുള്ളത് ഇന്ത്യക്ക് മൊത്തം അഭിമാനമുണ്ടാക്കാവുന്നൊരു കാര്യമാണ്. എന്തായാലും അധികം താമസിയാതെ വയനാട്ടിൽ വീണ്ടും മത്സരമുണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം റായ്ബറേലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ്. കാരണം ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെയും കൂടെയുള്ള ഒരു മുന്നേറ്റമാണ്. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൂടെ ഒത്തുചേർന്നപ്പോൾ ഉത്തർപ്രദേശ് അട്ടിമറിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇതേപോലെ തന്നെയാണ് മലപ്പുറത്തേക്ക് കടക്കുമ്പോൾ ET മുഹമ്മദ് ബഷീർ 3,118 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സമസ്തയുടെ സകല തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടായിട്ടും അവിടെ വൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. 3 ലക്ഷത്തിൻ്റെ വോട്ടാണ് കിട്ടിയത്. 3,118 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പൊന്നാനിയിൽ 2,36,276. അതായത് കേരളത്തിൽ 4ാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് അബ്ദുൾ സമദ് സമദാനിക്ക് പൊന്നാനിയിലാണ്. അതേപോലെ ET മുഹമ്മദ് ബഷീറിന് 2ാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണെങ്കിൽ കേരളത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എറണാകുളത്ത് 2,46,000 വോട്ടോടുകൂടി ഹൈബീഡനാണ് നേടിയത്. ഹൈബീഡൻ സ്വീപ്പായിട്ട് 7 നിയോജകമണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ കൂടിയാണ് ജയിച്ചത്. ഇതേപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടന്നിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് 70,274 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത വലിയ തരത്തിലുള്ളൊരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. മുസ്ലിം വോട്ട് ഒറ്റക്കെട്ടായിട്ട് UDFിനോടൊപ്പം ചേർന്നു എന്നുള്ളത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം, അതായത് പിണറായി വിജയൻ ഭരണത്തിനെതിരെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പിണറായി വിജയൻ നേരിട്ടിറങ്ങിയിട്ട് പോലും ഇത്തവണ വലിയ തോതിൽ അട്ടിമറികളൊന്നും തന്നെ സംഭവിച്ചില്ല. മാത്രമല്ല പിണറായി വിജയൻ പോയ സ്ഥലത്തെല്ലാം
വലിയ തോതിലൊരു അട്ടിമറി സൃഷ്ടിച്ചു, വലിയ തോതിൽ UDFന് അനുകൂലമായ തരംഗം ആഞ്ഞുവീശി എന്നുള്ളതാണ് സത്യം. എന്തായാലും കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ഈ വലിയ മുന്നേറ്റം മാർക്സിസ്റ്റ് പാർട്ടിയെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അതിൻ്റെ അടിവേര് വരെ മാന്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വോട്ടിംഗ് എന്ന നിലയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നന്ദി, നമസ്കാരം.